എന്നെ നിങ്ങളെ വിളിച്ചറിയിക്കുന്ന ഒരു നഗ്ന സത്യമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ലോകത്തിന്റെ അവസാനം എന്തായിത്തീരുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ യേശു അവരോട് പറയുവാൻ ഇടയായിത്തീർന്നു, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും പോരാടും, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കും, അമ്മയപ്പന്മാർ മക്കളെയും മക്കൾ അമ്മയപ്പന്മാരെയും അത് കൊല്ലിക്കും. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അങ്ങനെ ഈ ലോകത്തിന് സംഭവിക്കാൻ പോകുന്നതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെ പറ്റി യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് പറയുവാനായിത്തീർന്നു. ഞങ്ങളെ കേൾക്കുന്ന ഈ ദേശനിവാസികളെ, ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സമാധാന അന്തരീക്ഷമോ ഒരു സദ്വർത്തമാന വാർത്തയോ കേൾക്കുവാൻ എവിടെ നമുക്ക് കഴിയുന്നില്ല. എന്താണ് അതിന്റെ കാരണം? യേശു വരുവാൻ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അവസാന പീരിലേക്ക് എത്തിച്ചേരുവാൻ കാലമായി. നിമിഷ നേരങ്ങൾ കൊണ്ട് അന്തരീക്ഷതാപം വർദ്ധിക്കുകയാണ്. ഭൂമി മേഘസ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി കിടുകിട കീറുന്നു, ഭൂമി പൊടുപടെ പൊട്ടുന്നു, ഭൂമി കാവൽ മാടം പോലെ ആടുന്നു, ഈ ഭൂമി അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു. ഈ ഭൂമി വീഴും നിശ്ചയം. ഈ ഭൂമിക്ക് ഒരു നിലനിൽപ്പില്ല. അതിനു മുമ്പേ ഒരിക്കൽ മനുഷ്യന് മരണവും പിന്നെ ഒരു ന്യായവിധിയുണ്ട്. വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് മനുഷ്യരെ വിടിയിക്കുവാൻ യേശു എന്ന ലോകരക്ഷൻ ഈ ലോകത്തിലേക്ക് ജനിച്ച് അവന്റെ 33 തിരുവയസ്സിലെ യൗവനത്തിന്റെ ചൂടുള്ള ചോര കർത്താവ് മാനവജാതിക്ക് വേണ്ടി ഊറ്റിത്തന്ന് കാൽവരിയിൽ ഒരു പാപയാഗമായി തീർന്നു. ഈ യേശുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ വിശ്വസിച്ചുകൊണ്ട്, യേശുവേ ഞാൻ ഒരു പാപിയായ വ്യക്തിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണല്ലോ കാൽവരി ക്രൂശിൽ മരിച്ചത്, ഞാനത് വിശ്വസിക്കുന്നുവെന്ന് നിങ്ങളുടെ വായു കൊണ്ട് നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നിങ്ങൾ ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് ഈ യേശുവിനെ ഞാൻ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് നിങ്ങൾ വായു കൊണ്ട് ഏറ്റുപറയാൻ ഇടയായാൽ നിങ്ങളുടെ പേർ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുവാൻ ഇടയായിത്തീരും. സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും. പ്രിയ സ്നേഹിത, ഒരിക്കൽ മരണമുണ്ട്, പിന്നെ ഒരു ന്യായവിധിയുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും വെച്ചിരിക്കുകയാണ്. എന്താണ് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത്? നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം നാം ഓരോരുത്തരും അതെ നമുക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരേണ്ടായിരിക്കുന്നു. അതൊരു നിത്യതയാണ്. ആ നിത്യത ഒന്നിൽ സ്വർഗമായിരിക്കും, ഇല്ലെങ്കിൽ ആ നിത്യത നരകമായിരിക്കും. അതെ, സ്വർഗരാജ്യത്തിൽ പോവാൻ എന്താണ് ചെയ്യേണ്ടത്? മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ 3 ആണികൾ മരിച്ച യേശു ദൈവം നിങ്ങളുടെ ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിച്ച് നിങ്ങളുടെ പാപങ്ങളെ, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരമായി തന്നെ യേശുവിനോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് പാപക്ഷമ മേടിച്ച് അതെ സ്വർഗരാജ്യത്തിലെ ഒരു ജീവന്റെ പുസ്തകമുണ്ട്. ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതി ചേർത്താൽ യേശുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതി ചേർക്കുമ്പോൾ നിങ്ങൾ നിത്യജീവ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായിത്തീരും. ഇല്ല, നിങ്ങളുടെ പേർ നിത്യജീവന്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ എഴുതപ്പെടുന്നില്ല എങ്കിൽ പിന്നെ ഒരു നിത്യജീവനുള്ളത് നരകമാണ്. അത് നരകം എവിടെയാണ്? ഈ ഭൂമിയുടെ അധോഭാഗത്താണ്. എന്താണ് അവിടുത്തെ കാലാവസ്ഥ? അവിടെ 4000 ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിമറിയുന്ന ഗന്ധ തീപ്പൊയ്യാണ്. പ്രിയ സ്നേഹിത, ഇന്ന് നമ്മൾ കാണുന്നത് 40 ഡിഗ്രി സെന്റിഗ്രേഡ് 30 ഡിഗ്രി സെന്റിഗ്രേഡിൽ മനുഷ്യൻ ജീവിക്കാൻ വയ്യ. എന്നാൽ 4000 ഡിഗ്രി സെന്റിഗ്രേഡിൽ ഒരു മനുഷ്യാത്മാവ് പോയി നിത്യനരകത്തിൽ ചാകാത്ത മുഴുവൻ കടാത്തതയും അതെ കൃമികളെ കൊണ്ടുണ്ടാക്കിയ പുതപ്പും പുഴുക്കളെ കൊണ്ടുണ്ടാക്കിയ മെത്തയും കൊണ്ടുണ്ടായ അഗ്നി നരകത്തിൽ പോയി വീഴാതെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വരാൻ പോകുന്ന നിത്യയിൽ സ്വർഗത്തിൽ വാസം ചെയ്യുവാൻ തക്കണം. ഞങ്ങൾ ഈ നാട്ടുകാരായ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളോടെ പര്യവസാനിപ്പിക്കുന്നു. കൂടുതൽ തിരുവചന സത്യങ്ങൾ അറിയുവാൻ കൊടുവണ്ണ വാഴോള ജംഗ്ഷനിൽ സമീപത്തായി ദി പെന്തക്കോസ്റ്റ് മിഷൻ സഭാ ഗ്രൗണ്ടിൽ തയ്യാർ ചെയ്യപ്പെട്ട പന്തൽ വെച്ച് ഞായറും തിങ്കളും അതെ 5:45 സുവിശേഷമാകായോഗവും ദൈവിക രോഗശാന്തി ശുശ്രൂഷ നടത്തപ്പെടുന്നു. അവിടെ കടന്നു വരികയും ഈ ലോകത്തിന്റെ ഭാവി എന്തായിത്തീരും, മനുഷ്യന്റെ ഭാവി എന്തായിത്തീരും, അതെ ഈ ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു, ഇന്നത്തെ ഭരണകൂടങ്ങൾ എന്തായി മാറ്റപ്പെടും ഇത്യാദി കാര്യങ്ങളെപ്പെട്ട് ശാസ്ത്രീയമായും ബൈബിൾ വേദപുസ്തകപരമായും അതെ ചരിത്രപരമായുള്ള സത്യങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ ഗ്രഹിക്കുവാൻ കടന്നു വരുകയും തിങ്കൾ ദിവസങ്ങളിൽ
5:45 ആരംഭിക്കുന്ന സുവിശേഷ മഹായോഗത്തിലേക്കും ദൈവിക രോഗശാന്തി ശുശ്രൂഷയിലേക്കും കടന്നു വന്ന അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഈ നാട്ടുകാരായ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നാട്ടുകാരെ സർവ്വശക്തനായ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളോടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ആത്മീയമായും ഭൗതികമായും ഈ ദേശത്തെ ഞങ്ങൾ ശബ്ദം ശ്രവിച്ച എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. കാൽവരി തന്നുടെ മലമുകളിൽ യേശു ചിന്തിയ രക്തത്താൽ വാർത്തെടുത്തൊരു സുവിശേഷം കത്തിച്ച് സുവിശേഷത്തിൻ ദീപശിഖ അണയാതെ ഞങ്ങൾ സൂക്ഷിക്കൂ. തലമുറ കൈമാറി വരും തലമുറയെ ഏൽപ്പിക്കൂ. ഈ ദേശനിവാസികൾക്ക് ഞങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വാഴവള കൊടുമൺ വാഴവള ജംഗ്ഷൻ സമീപമുള്ള പെന്തക്കോസ്ത് മിഷൻ സഭാ ഗ്രൗണ്ടിൽ തയ്യാർ ചെയ്യപ്പെട്ട പന്തലിലേക്ക് എല്ലാ ദിവസവും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും 5:45 സുവിശേഷ മഹായോഗവും ദൈവിക രോഗശാന്തി ശുശ്രൂഷ നടത്തപ്പെടുന്നു. അവിടുത്തെ ഏവരെയും ഞങ്ങൾ കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യാൻ കടന്നു വരികയും രക്ഷയ്ക്കുള്ള മാർഗം എന്താണെന്ന് ആരായുകയും സമാധാനം കണ്ടെത്തുകയും മദ്യത്തിന് മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾക്ക് അടിമകളായി ആത്മഹത്യയിലെ വക്കിലേക്ക് എത്തി നിൽക്കുന്നുവെങ്കിൽ അതിന്റെ മോചനത്തിനായി ആശ്വാസം പ്രാപിപ്പാൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാവുന്ന ദൈവ വചനപ്രകാരം യേശു കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വിടുവാൻ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്.